ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയ ടൈമിൽ കുഞ്ഞാവ് റിട്ടേൺ ബ്രീച്ച് പൊസിഷനിൽ തന്നെ വന്നല്ലോ അല്ലേ അവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതിന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ. പക്ഷെ നമുക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ലല്ലോ അവൻ, പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകണ്ട, ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ചെയ്യരുത്. കാരണം എനിക്കുള്ള എക്സസൈസ് ആണ് അത്. ഇനിയിപ്പോ എല്ലാവർക്കും ഒരുപോലെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. ഇത് കണ്ടിട്ട് ആരും ചെയ്ത് ഞങ്ങള് ഇപ്പൊ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊന്നുമല്ല, കാരണം ഇത് കണ്ടിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇതാവാൻ പാടില്ലല്ലോ. അതെ, എന്താണ് കുട്ടി തിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആ ചേച്ചി ചെയ്തത് ഞാൻ ചെയ്ത് നോക്കാന്ന് വേണ്ടി ചെയ്തൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ അടുത്ത് എന്താണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാം. എന്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഒക്കെ ഇടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് ആരും അനുകരിക്കും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പൊ ഇത് ഇപ്പൊ വായിച്ചിന് ഇങ്ങനെ കണ്ടോ, ഇനി കുറച്ചു നേരം കഴിഞ്ഞ് ഇനി വായിച്ചിങ്ങനെ കാണാൻ പറ്റില്ല. വായിച്ച് മൊത്തത്തില് ക്ഷീണിച്ചിട്ട് എനിക്ക് ഇരിക്കട്ടാ. എന്തായാലും അങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു. ഇനി പ്രാവശ്യം എന്താണെന്ന് അറിയില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒന്നാമത് വയറ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വായിച്ചതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വാവച്ചിക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് വാവച്ചിക്ക് ചെയ്യാനും നല്ല മടിയാണ് കേട്ടോ. നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞിട്ട് വാവച്ചി അല്ല, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്യുക. പിന്നൊന്നും നമ്മുടെ കയ്യിലില്ല. അതെന്താ വെച്ചാൽ നമുക്ക് അപ്പം നോക്കാം. അപ്പം എന്തായാലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ ഒരാള് ചിങ്കിടുവോ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ടാ. ഇത്ര നേരം ഇവിടെ കിടന്നില്ലേ ബഹളം കാര്യം മൊത്തത്തില് കഷ്ടമാണ്. കാരണം എന്താ വെച്ചാ മൊത്തം ഇപ്പൊ കാറ്റുകാലം എന്താന്ന് അറിയില്ല, സ്കിന്ന് മൊത്തത്തില് ഡാമേജ് ആണ്. പിന്നെ നാക്കിലൊക്കെ മൊത്തം പുണ്ണാണ്, ഫുഡൊന്നും നേരെ കഴിക്കുന്നില്ല. അതെ, ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോകും. കാണിച്ചു കൊടുക്ക്. തന്റെ ചുണ്ടിന്റെ ഇവിടെയൊക്കെ പൊട്ടല് കണ്ടാ. അപ്പൊ ഈ ഡ്രൈ ആയിട്ടാണെന്നാണ് പറഞ്ഞല്ലോ അവൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാം പ്രാവശ്യം ഇന്നും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ വേറെ മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കാം. അതുള്ളതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഫുഡ് കഴിക്കുമ്പോൾ വായിലേക്ക് ഇരുവും കയറൊന്നും പറ്റുന്നില്ലല്ലോ. അവൻ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡ്രൈ ആണെന്നാ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ചിങ്കിടോ സ്വത്തോ മരുന്നും കൈ പിടിച്ച് നടക്കണം. വീഡിയോ എടുക്കട്ടെ. അപ്പോൾ എന്തായാലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് വാവിച്ച് ഒറ്റയ്ക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചത്. പിന്നെ ഞാൻ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും അവേ സ്റ്റാർട്ട് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് വന്നിട്ട് ഇവിടെ ഇതാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരാൾ പോയിട്ട് അമ്മനെ സ്നേഹം കൂടുതലാണ് ഒരാൾക്ക്. അതാ ഇതുപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാലോ അവേ. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളെ ഡോക്ടർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാം. നിങ്ങളാരും ഇപ്പോഴും പറയാം അത് കണ്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്. ഇതപ്പോൾ കാണികളൊക്കെ റെഡി ചെയ്താ അമ്മ എനിക്കുണ്ട്. അതായത് ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേഗം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മനെ നോക്കാനായിട്ട് ഇരിച്ചിട്ട് പോകും. അതെ, കാരണം വാവിച്ചിന് വിശ്വസിക്കാൻ പറ്റില്ല. ചിങ്കിടോ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ചിങ്കിടുവിനെ വിളിക്കണം. അപ്പം ഇത് ഒന്ന് 10 സെക്കൻഡ് ഹോൾഡ് അങ്ങനെ കണ്ടിന്യൂ കുറച്ച് ചെയ്യണം കേട്ടോ ഗൈസ്. കണ്ട ഗൈസ്, വാവിച്ച് അങ്ങനെ കള്ളത്തരം കാണിക്കുക. ചെയ്തോ ഇവിടെ ഒരാൾ ഇതാണ്ട കുറച്ച് ചെയ്യാ, പിന്നെ അങ്ങനെ മടിയായി. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഈ മുഖം ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇനി മുഖം മാറി. എടാ എനിക്ക് ബുദ്ധിമുട്ട് അറിയില്ല, കാരണം വാവച്ചിക്ക് അറിയുള്ളൂ. കാരണം ഞാൻ പ്രഗ്നന്റ് അല്ലല്ലോ. എനിക്ക് വയറില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല വാവച്ചിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അവന് ചെയ്യാൻ പറ. അതാ ഗൈസ്, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇതുപോലെ നിൽക്കുക, പിന്നെ അതുപോലെ തന്നെ കാല് ചേഞ്ച് ചെയ്യുക. അല്ലോ മെല്ലെ വായിച്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടി വരും. കാരണം നമ്മൾ നോർമൽ നിൽക്കണല്ലേ ചെയ്യുന്ന സമയത്ത്. തിരിഞ്ഞില്ലേ വേണ്ട സന്തോഷിച്ചു വരുന്നു. ഇനി എക്സസൈസ് ചെയ്ത് തിരിപ്പിക്കണ്ടേ? അത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടാ. അത് നമ്മള്
4 പ്രാവശ്യം ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതിപ്പോൾ കാല് ചേഞ്ച് ചെയ്തില്ല, അതുപോലെ കാല് ചേഞ്ച് ചെയ്തിട്ട് അത് ഇതുപോലെ ഒരു 10 ടൈം ചെയ്യണം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം, അമ്മയ്ക്ക് ഇങ്ങനെ കാണാം. പാട്ട് പാടി കൊടുക്ക് അമ്മയ്ക്ക്, പാട്ട് പാടി കൊടുക്ക്. എന്താണ് പാടുന്നത്? ചേച്ചി ഇവിടെ എന്താണ് ചെയ്തു. അപ്പോൾ ചുമലിചാരി ഇരുന്നുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാ യോഗ മാറ്റ് വെച്ചിട്ട് കിടന്നിട്ടുള്ളതാണല്ലോ അവ. നേരെ അതിന് ഓപ്പോസിറ്റ് മണക്കടാ. സലീംകുമാർ പായ് വിരിച്ച പോലെ ആവും ലാസ്റ്റ്. ചിങ്കിടോ പോട്ടെ. അതന്നെ കറക്റ്റ്. ഒരാൾ ഇവിടെ കണ്ട നിക്ക്, അമ്മ എക്സസൈസ് ചെയ്യട്ടെ. അമ്മ പൊന്നോ ചിങ്കിടോ അമ്മനെ എക്സസൈസ് ചെയ്യാൻ പറ. എക്സസൈസ് കിട്ടാ കഴിഞ്ഞ ഞാൻ എക്സസൈസ് പറഞ്ഞത്. അത് പറയുമ്പോ ഒരു ഫ്ലോയിൽ അങ്ങനെ വരുന്നത്. ചെയ്തോ വാവേ. പിന്നെ യോഗ മാറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ചിങ്കിടോ അമ്മ എക്സസൈസ് ചെയ്യട്ടെ. അതാ ഇവിടെ ഒരാൾ കണ്ട, ഇതൊക്കെയാണ് ഇവിടെ ഒരാളുടെ പരിപാടി ഇട്ടാ. ചെയ്യാനും സമ്മതിക്കാണ് ഇങ്ങനെ വന്ന് ഇടയിൽ കിടക്കുക. ചിങ്കിട് സ്നേഹം കൂടിയല്ലേ, മൂക്ക് പിടിക്കുക, മുടി പിടിച്ച് വലിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാ. എന്താ സ്നേഹം? ഇങ്ങനെ പറയാ എന്താ സ്നേഹം? ഗൈസ് അപ്പോൾ അജി സ്റ്റാർട്ട് ചെയ്തുട്ടാ. അപ്പോൾ ഇതാണ് അടുത്ത 3ാമത്തെ. അതിങ്ങനെ എന്താണ് ചെറിയ ആക്ഷൻ ആണ്. അതെ ഫുള്ളായിട്ട് ബാക്കിലേക്ക് പോകണ്ട, അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ ചെയ്യിപ്പിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടാണ് വിടുകയുള്ളൂ. എന്നാലും നമുക്ക് ചെറിയ ഇതൊക്കെ വരില്ലോ അവ, എന്നാലും കുഴപ്പമില്ല. ചെയ്യുമ്പോൾ ഇനി ഫേസ് മെല്ലെ ഹോൾഡ് ചെയ്യണ്ട, ഒരുപാട് ഹോൾഡ് ചെയ്യണ്ട, ഓരോ സെക്കൻഡ് വെച്ചാൽ മതി. ഇത് ചെയ്യുന്തോറും ആവശ്യത്തിന് ഇനി ഫേസ് മാറിക്കൊണ്ടിരിക്കും, കാരണം ക്ഷീണം കൂടി വരും കേട്ടാ. ഓൾറെഡി ആ സൈഡ് പെയിൻ ഉള്ളത് കൊണ്ടില്ലേ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ടഫ് എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ട് കാണുമ്പോൾ, പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. ചെയ്ത് നോക്കണം. അല്ല കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഒരാൾ കണ്ട എടുത്തിട്ട് പോയതാണ് ഇപ്പം അമ്മ, പിന്നെയും വന്ന് കിടന്നു ഇല്ലേ. ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ വാച്ചിക്ക് പിന്നെ ഒന്നിനും ഒരു മൂടുണ്ടാവില്ല. അങ്ങനെ മൊത്തത്തിൽ അത് നമ്മളുടെ മൊത്തം വെയിറ്റും കണ്ണിലേക്ക് കിട്ടും. അതെ അതുപോലെ ഇത് എന്താണ് നമ്മുടെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കണേ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. അപ്പൊ ഇത് ചെയ്യണത് രാത്രിയാണ് കേട്ടാ. 4 പ്രാവശ്യം പറഞ്ഞിരിക്കും ഒരു ദിവസം. അപ്പൊ അത് കുറച്ച് ചെയ്തു കേട്ടാ. ഇനി നെക്സ്റ്റ് ആവശ്യക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഗൈസ്. മറ്റേ നിൽക്കുന്നത് അടുത്ത് ഇത് ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് നേരം നിൽക്കണം. വാച്ച് ഇപ്പൊ കുറച്ച് ദിവസം ആയില്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ തലയ്ക്ക് മൊത്തം വെയിറ്റ് നമുക്ക് തലയ്ക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് ടൈമില്ലേ, പ്രഗ്നൻസിന്റെ ലാസ്റ്റ് ടൈമില്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമുക്ക് ബോഡി വെയിറ്റ് കൂടുതൽ, അതുപോലെ തന്നെ വേറെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും. പിന്നെ വാച്ചിക്ക് തന്നെ സൈഡ് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് നമുക്ക് സ്ട്രെയിൻ കൂടുതലായിട്ട് തോന്നും. പക്ഷെ എന്നാലും എക്സസൈസ് ചെയ്താലാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു നമുക്ക് മാക്സിമം ഒരു എന്താ പറയുക 19% അതെ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് വാച്ചിയും പറ്റാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. തലവേദനയ്ക്ക് ഉറക്കം ശരിയാവാണ്ടിരിക്കും. അപ്പൊ അടുത്തത് നെക്സ്റ്റ് ചെയ്യാൻ പോണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അത് നല്ല ഇമ്പോർട്ടൻ്റ്. അത് വാവിച്ചിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യില്ലോ. ചിങ്കിടു അമ്മയും പുറത്ത് പോയിട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പണി തന്നെയാണ്. നെക്സ്റ്റ് കേട്ടാ അതായത് വാവിച്ച് ഈ പൊസിഷൻ ഞാൻ എന്നിട്ട് ശരിക്കും ഷോളാണല്ലോ ഞങ്ങൾ ഷോൾഡ് ഇതല്ലാണ്ട് ഇതാകുമ്പോൾ കുറച്ചുകൂടെ പിടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടാണ്. എന്നിട്ട് ഇത് പിടിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇതാ ഇത് നല്ല എഫക്റ്റ് ഉള്ളതാണല്ലോ
ഇത് ചിങ്ങുവിൻ്റെ സമയത്തും അത്യാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് കുറച്ച് ടഫുള്ള സാധനമുള്ള എനിക്കും അതുപോലെ എല്ലാം ഫുള്ളൊന്നും കാണിക്കില്ല കേട്ടോ, എല്ലാത്തിനെയും കുറച്ച് കാണിക്കുന്നത്. കുറച്ച് ഫുള്ളായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ. ഇത്ര പൊട്ടിയിരുന്ന് ഞാനങ്ങനെ അല്ല വായിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് എനിക്ക് മാറിയിരിക്കണം. പക്ഷേ നമുക്ക് കൂടുതൽ കട്ടിൽ അതായത് ബെഡിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട്. ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല. പിന്നെ കട്ടിൽ പുറത്ത് ഇത് ഗൈസ് ഇത് വായിച്ച് അതായത് എനിക്ക് എൻ്റെ ഇതിലേക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് സെയിം നമ്മൾ മറ്റേതിൽ ചെയ്തില്ലേ അതുപോലെ ഇത് ഹോൾഡ് ചെയ്തിട്ട് ഇതാക്കി കൊടുക്കണം. വന്നു ഒരാൾ. തലവേദനിക്കണോ ഗൈസ്? അങ്ങനെ ഇതാ ഒരാൾ ചെയ്തിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റത്തെ മുഖം ഇപ്പോഴത്തെ മുഖം വ്യത്യാസം വരുന്നു. അത് ചെയ്ത് മൊത്തം ക്ഷീണമായി. പക്ഷെ എനിക്ക് ഫസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോ ഉറക്കത്തിന്റെ ഇഷ്യൂ ആണോ? ഉറക്കത്തിന്റെ ഇഷ്യൂ അതുപോലെ തന്നെ എന്താണ് ഈ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, കാലുവേദന എല്ലാം കൂടി ആവും. പിന്നെ ഇപ്പൊ തണുപ്പ് വന്നിട്ടുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം കൊണ്ട് മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. കണ്ണൊക്കെ കലങ്ങിയതാ. അങ്ങനെ കലങ്ങാണ്ടിരിക്കുന്നത്. അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, കാരണം നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. എനിക്ക് കറക്റ്റ് ചെയ്ത് തരണം, പിന്നെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് കാരണം കുറച്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചായത് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ള് പറഞ്ഞ ടൈമിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഓരോ ദിവസവും അങ്ങനെ ചെയ്തു വരുന്നു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വാവച്ചിക്ക് നല്ല ബുദ്ധിമുട്ടാവും. വാവച്ചി ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞാനും അമ്മ എല്ലാവരും ഉറങ്ങി, വാവച്ചിന്ന് ഉറങ്ങിയില്ല. വാവച്ചി ഉറങ്ങാണ്ട് ഇവിടെ തന്നെ ഇരുന്നു. അതുകൊണ്ടാണെന്ന് അറിയില്ല, വാവച്ചിക്ക് ഉറക്കത്തിൻ്റെ ഇതുണ്ട്. അപ്പം മൊത്തത്തിലൊരു ടയേർഡ് പോലെ. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, ഒന്ന് ചെയ്ത് വന്നതിന് പിന്നെ മൊത്തത്തിൽ ആൾ ടയേർഡ് ആവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ടയേർഡ് ഇരിക്കാൻ ഒരാൾ ഇവിടെ എക്സസൈസ് കാണിച്ചു കൊടുക്ക്. എങ്ങനെ ചെയ്യാ? ഇങ്ങനെ നോക്ക്, ഒറ്റ നോട്ടം നോക്ക്. നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതടുത്തത്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് എക്സസൈസിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടൊന്ന് എടുത്തത്. അപ്പോൾ ഇപ്പോഴും വായിച്ചു പറഞ്ഞ പോലെ തന്നെ ആരും ഇത് കണ്ടിട്ട് ഇതേപോലെ ചെയ്യാനും പിടിക്കാനും നിൽക്കരുത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ എന്താണ് പറയുന്നത് അതുപോലെ മാത്രം ചെയ്താൽ മതി. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും, ഹെൽത്ത് ഒരേപോലെ ആയിരിക്കില്ല, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാരും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ആരും പറയരുത്. അല്ല അങ്ങനെ ചെയ്യരുത്, മെയിനായിട്ട് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണല്ലോ. അപ്പോൾ എക്സസൈസ് ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാട്ടെ ഗൈസ്. അപ്പോൾ ഫാൻ ഓഫ് ആക്കി ഞാൻ എന്താ വരുന്നു. അതായത് അത് വന്നിട്ടില്ലേ, നമുക്ക് ഇതിന് യൂസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് അത് വേറെ എന്തെങ്കിലും ഇതായിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അത് എന്താണ് അതിൻ്റെ യൂസ് എന്ന്. അപ്പോൾ പറഞ്ഞു തന്നത് ഇതാണ് സാധനം അല്ലേ. അതായത് ഫസ്റ്റില്ലേ വേറെ ആയിരുന്നു കേട്ടോ. അല്ല, നമുക്ക് ചിങ്കിടുവിന്റെ ടൈമില് ഇതേപോലത്തെ സ്റ്റിക്ക് ആയിരുന്നു. അതന്നെ അല്ല, വലിയ സാധനല്ലേ, ഇത്ര ഉള്ളൊരു കോല് പോലെ സാധനം. അതന്നെ ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഇടയില് മറ്റൊരു നൂല് പോലത്തെ സാധനം വരുന്നില്ലേ? അല്ല, ഇതുപോലെ തന്നെ ആയിരുന്നു, വേറൊരു ടൈപ്പ്. എനിക്ക് ഓർമ്മയുണ്ട്, മണമുണ്ട്. ഇതാണ് സാധനം. അതായത് നമുക്ക് ഇതിന് മുമ്പ് വന്നിട്ട് ചെറിയ ഇതത്രയുള്ളൊരു സാധനമായിരുന്നു. അത് നമുക്ക് അതിന് യൂസ് കൂടുതൽ തന്നെ ആയിരുന്നല്ലോ. ഇതാവുമ്പോ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം പിടിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞു തരാട്ടാ. ചിങ്ങട് പോലെ നിക്ക്. ഇത് വേറെ എന്താണ് വേണ്ടിട്ടാണ് ആള്, ഇതെന്താണ് വേണ്ടിട്ടാണ്, അതെന്താണത്? വായിച്ച് നൂല് പോലെ പറഞ്ഞല്ലേ. ഇത് മോക്സാ പറ. ഇതിന്റെ പേര് മോക്സ എന്നാണ് കേട്ടാ. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ അത് കാണാൻ പറ്റും. എന്താണ് ഇതിന്റെ യൂസ് എന്നുള്ളത്. അപ്പോ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ യൂസ് ചെയ്യാൻ പോണതില്ലേ. അതെ, ഇത് വേറൊരു ടൈപ്പ്, നല്ല മണമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ആദ്യം കത്തിക്കണം. കത്തിച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടി. അവിടെ ലൈറ്റ് ഓഫ് ആക്കി. ഫാന് പാടില്ല കേട്ടോ. ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വെറുതെ പോകും. നമുക്ക് അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളും. ഒന്ന് പിടിക്കാമ.
പിടിച്ചോളിയമ്മ. ആ ചൂടാക്കും, മിണ്ടാണ്ടിരുന്നോ. ഇതൊന്ന് പിടിക്കാൻ കുറച്ച് ടൈമുണ്ട്. മറ്റേതാവുമ്പം രണ്ട് ഇതില് ഇല്ലേ പെട്ടെന്നാവും, പക്ഷെ നല്ല ചൂടാട്ടത്. പറഞ്ഞുതരാം, അത് ഇതിൽ വെക്കുന്ന സമയത്ത് കാണിച്ചാൽ അറിയാലോ. അമ്മ ഒന്ന് അടിക്കമ്മ. ഗൈസ് ഇതാണ്, ഇത് കത്തിച്ച് ഇത് പുക വരുന്നതാ. ഈ സംഭവം വന്നിട്ട് കാണിക്കേ, നമ്മളുടെ എന്താണ് കാലിലെ ചെറിയ വിരലില്ലേ, ഈ ചെറിയ വിരലിൻ്റെ ഈ കറക്റ്റ് ഈ എഡ്ജിൽ വന്നിട്ട് ഇതിൻ്റെ ചൂട് ഇങ്ങനെ തട്ടിക്കണം, പൊള്ളിക്കാൻ പാടില്ല. ഇല്ല മുട്ടിക്കില്ല, പേടിക്കണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് ഈ ചൂട് വന്നിട്ട് തട്ടിക്കണം. നമുക്കിതിന് മുമ്പ് തന്നിട്ടുള്ളത് എത്രയുള്ളൊരു സ്റ്റിക്കായിരുന്നു, അതിൽ ഒട്ടിക്കാനുള്ളതുണ്ട്. അത് നമുക്ക് കറക്റ്റ് ഇതവിടെ ഒട്ടിച്ച് വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഒരു 2 മിനിറ്റ് നിൽക്കുള്ളൂ. അത് ഓട്ടോമാറ്റിക് നമുക്ക് അറിയാം. ഇതാവുമ്പോൾ കറക്റ്റ് നമ്മൾ കുറച്ച് നേരം പിടിച്ച് നിൽക്കണം മാത്രമല്ല. ചൂട് തട്ടണേ പറയട്ടാ, ഉണ്ടാ കിട്ടണ്ട. താഴത്തല്ലേ വെക്കുന്നത്, സൈഡിക്കല്ലേ വെക്കാൻ പറഞ്ഞത്. അല്ല, ഇത് കിട്ടുന്നത് അവിടേക്ക് തന്നെയാണ്. അതെ, ചൂടറിയണ്ട. എടാ ഇത് ചൂടുണ്ടോ ഫസ്റ്റ്. ഈ സാധനമില്ലേ, ഞാൻ സംസാരിക്കുമ്പോൾ പോകാൻ അങ്ങോട്ട് പോകണം. അതായത് ഇതാവുമ്പോ നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റിക്കും കൊണ്ട് ചൂടുണ്ട്. ഇല്ല, ഞാൻ അടുത്ത് വെക്കണ്ടെങ്കിൽ പൊള്ളു പേടിയാവുണ്ട്. ഇല്ല പേടിക്കണ്ട. അതായത് ഇത് കനലുകൊണ്ട് അടുത്ത് വെക്കാൻ പറ്റില്ല, പുകയില്ല. ഞാൻ പൊള്ളിച്ചിട്ടില്ല, പുകയാണ്. നല്ല ചൂടുണ്ട് ബേബിയെ. അടുത്ത് വേണം വെച്ച് ചെയ്യണ്ടട്ടാ, പറയാൻ പറ്റില്ല. ചിലപ്പോ ഒന്ന് കിട്ടട്ടെ, അവിടെ അടി കൂടെ വെച്ചാലും എനിക്ക് കാണണം അത് വെക്കണം ബേബി. രാജി കാണാൻ പറ്റില്ലേ, കാരണം ഈ സാധനം നമുക്ക് പുക മേലേക്ക് പോകണം. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വെക്കണം. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ മറ്റേതാ തോന്നണോടോ. ഇത് എന്തിനാ വെക്കണെന്ന് പറഞ്ഞ്, അതായത് ഇത് നമ്മൾ കറക്റ്റ് എഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് വന്നിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് ഈ മസിൽസിലൊക്കെ മസിൽസ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി. ചൂടുണ്ട് ബേബി, പൊളിച്ചിട്ടില്ലേ ഞാൻ അടുത്തല്ലേ ഗ്യാപ്പ് ഇട്ട് വെക്കാം. ചൂട് വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇത് അതിനേക്കാളും വരും. അന്ന് അത് മതിയായിരുന്നു, ലാസ്റ്റത്തെ ഒരു വേദനയുള്ളൂ. ഈ സാധനം നല്ല വേദനയുടാ. ആ സാധനം വന്നിട്ടില്ലേ ചെറിയൊരു 2 മിനിറ്റ് നിൽക്കുള്ളൂ. അത് കത്തിച്ചിട്ട് ചെറിയൊരു ചൂട് ലാസ്റ്റ് അത് കഴിയാനാവുന്ന സമയത്ത് നല്ലൊരു ഹീറ്റ് കിട്ടും. ചൂടുണ്ട് മതി, നല്ല ചൂടുണ്ടോ. ഞാൻ പറഞ്ഞാ എനിക്ക് നിർത്തി വെച്ച് തരാം. അവിടെ മുട്ടിക്കുണ്ടെങ്കിൽ പേടിയാവുണ്ട്. ഇല്ലടാ, ഈ പുക മേലേക്ക് വരും, ഞാനിപ്പോ അടിയിൽ വെക്കാണ്, പക്ഷെ പേടിക്കണ്ട. ഇതത്ര വേദന ഇല്ല വിചാരിച്ചു. എന്തിനാ കാലി പിടിച്ചിട്ട് അവിടേക്ക് ആക്കണടാ. ഇല്ലടാ, ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു. അതായത് വാവച്ചിക്ക് മേലെ ഇരുന്നിട്ട് ഈ സംഭവം കാണുന്നില്ല, ചൂട് വരുന്ന. നല്ല ചൂടുണ്ടോ, ഞാൻ വേണേ വെച്ച് കാണിച്ചു തരാം. അപ്പൊ കാല് മാറ്റി എടുക്കാം. അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റുമല്ലോ. ഇതില്ലേ, നിങ്ങൾക്ക് ഒന്നുകൂടെ അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മോക്സാന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ കേട്ടാ. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ പോയിട്ടാണ് ഇങ്ങനത്തെയൊക്കെ അറിയുന്നത്. അതായത് ഫസ്റ്റ് ഞാനും വിചാരിച്ചത് എന്തെങ്കിലും എന്താണ് ഓരോരുത്തരുടെ ആചാരത്തിന്റെ ബേസിൽ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത്. ഞാൻ ആ ഒരു ഇതിലുകൊണ്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, അതായത് ഈ ചൂട് നമുക്ക് ഉള്ളിൽ കിട്ടുന്നതുകൊണ്ട് മസിൽസ് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ കുട്ടിക്ക് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കിട്ടും. അതായത് ഒന്ന് ഫ്രീ കിട്ടുമ്പോൾ സ്പേസ് കിട്ടുമല്ലോ, അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടാ. പക്ഷെ ഇതില്ലേ വല്ലാത്തൊരു അവസ്ഥയായിട്ട് നല്ല ചൂടാണ്, നമുക്കൊരു നീറ്റലാണ്. ഞാൻ ഉള്ളത് പറഞ്ഞാണ്, ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. മതി. ഇതൊക്കെ പുറത്തില്ലേ, പുറത്താണ് ചെയ്യുന്നത് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. നീറ്റൽ വിടണേല്ലടാ. ഗ്യാപ്പിടാ, പേടിക്കണ്ട, ഞാൻ ഫുള്ളായിട്ട് വെച്ചില്ല. ചൂട് തട്ടണമെങ്കിൽ ചെറുതായി ചൂടുണ്ടാ. ഇപ്പം അറിയില്ല, ഇപ്പം അത് എടുത്തില്ലേ, സ്റ്റാർട്ടിങ് അറിയണില്ല. മറ്റേതുപോലെ ലാസ്റ്റ് അല്ല, ചെറിയ ചൂട് പോലെ കിട്ടില്ല. മതി. ചൂട് കിട്ടണ്ട, നല്ല ചൂടുണ്ടോ ബേബി, നല്ല ചൂടുണ്ട്, വിചാരിക്കുന്ന പോലെ ഇല്ല ഗൈസ്. പിന്നെ അതുപോലെ ഇത് രാത്രി മാത്രം ചെയ്യാൻ പറഞ്ഞത്. ചൂട് വന്നൂലേ, ലൂസാക്കിയോടെ ആവശ്യമില്ല. ആവശ്യം ഞാൻ എന്തോ പൊള്ളിക്കും പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ഒന്നുമില്ല ഇടിച്ചത്തെ, ചൂട് വയ്ക്കാം അവനെ. എന്താ സന്തോഷോടെ, അവന് ചൂട് വയ്ക്കട്ടെ. നോക്കിക്കോ, ചൂട് വെക്കല്ലേ അമ്മനെ. ചിരിക്കണ നോക്കട ചിരിക്കണ് ചൂട് പറയുമ്പോ.
അതിൻ്റെ ഉമ്മ ഈ കല്ല് മറ്റേതാണെന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഇതാണ് കുറച്ച് നല്ലത് തോന്നുന്നത്. പോടാ, നല്ല ചൂടാണിത്. അല്ല മറ്റേതാവുമ്പോ ലാസ്റ്റ് ഒരു 2 സെക്കൻഡ് നല്ല ഹീറ്റ് വരിക. സംസാരിച്ചോ, അവിടെ നോക്കിട്ടോ. ഇവിടെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാവിച്ച് കാലിളക്കാണ്ടിരുന്നാൽ മതി. എന്തൊക്കെ ഇതാവണല്ലേ ബേബിയെ പ്രഗ്നൻസി സമയത്ത്. അത് ചിലവർ കണ്ടുകഴിഞ്ഞാൽ ചിരിക്കും, ഇതെന്തറാപ്പാന്നുള്ളൊരു ഇതിൽ എന്തൊക്കെയാണ് ചെയ്യണം വിചാരിക്കും. ഇത്ര നേരം എത്രേ കത്തിയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം ടൈം അത് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല ഇനിയിപ്പോൾ ഇത് കെടുത്ത നാളെ നമുക്ക് ഇതേ സാധനം തന്നെ റിപ്പീറ്റ് യൂസ് ചെയ്യാം അല്ലോ. അപ്പം ഇത് ഒരു ഇതിൽ 2 വരുന്നു. അപ്പം അത് തന്നു. പക്ഷെ ഇത് കുറച്ചുകൂടി യൂസ് ഉണ്ട്. കാരണം മറ്റേത് വന്നിട്ട് ഞാൻ കത്തിക്കാൻ തരുന്നു. മറ്റേത് വന്നിട്ട് പെട്ടെന്ന് കഴിയുന്ന പോലെ എനിക്ക് തോന്നി. ഇതാകുമ്പോൾ കുറച്ച് നേരം നമുക്ക് പിടിച്ച് നിർത്താം. അപ്പം ഇതെന്തായാലും ഞാൻ എവിടെയും കൊണ്ടൊന്ന് എന്താണ് കുത്തിയിട്ട് ഇതിന് കെടുത്തിയിട്ട് വരാട്ടാ ഗൈസ്. അപ്പോൾ അങ്ങനെ മോക്സെൻറ്റിൻ ചെയ്ത് കഴിഞ്ഞു കേട്ടാ. എന്താണ് ചൂട് പോയാ? ഇപ്പം ശരി. ആ ഒരു ടൈമിലൊരു ചൂട്, ആ ചൂടാണ് മെയിൻ. ആ ചൂട് ഉള്ളിൽ പോയിട്ടാണ് മറ്റേ മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഒന്ന് ഫ്രീ, അതായത് മസിൽസ് ഫ്രീ ആവുന്ന സമയത്താണ് കുട്ടികൾക്ക് ഉള്ളിൽ ഉള്ളവർക്ക് എന്താണ് മെയിനായിട്ട് എന്താണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇതാവുക. കാരണം ടൈറ്റ് ആവുന്ന സമയത്ത് അവർക്ക് അതിനുള്ളത് പറ്റില്ല അല്ലോ. അപ്പം നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അതുപോലെ ഇനി ഈ ഒരാഴ്ച എങ്ങനെ ചെയ്തിട്ട് എങ്ങനെ റൊട്ടേറ്റ് ആക്കണമെന്ന് ഒരു ഐഡിയ. അതായത് ഈ ഒരാഴ്ച ചെയ്തിട്ട് അവിടെ പോകുമ്പോൾ മാക്സിമം അല്ല അതിന് വേണ്ടിയിട്ടേ ഇരിക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം കൂടി ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഇതും ചെയ്യണം അതും ചെയ്യണം, എല്ലാം കൂടി മൊത്തത്തിൽ ടയേർഡ് ആവൂല്ലേ. ടൈം കിട്ടുമ്പോൾ ചെയ്യാതെ. പിന്നെ ഒന്നാമത് ഞങ്ങളിപ്പോൾ മറ്റേ രാവിലെ നേരത്തെ എണീച്ചിട്ടുള്ള ഓരോ ഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാക്സിമം ഒഴിവാക്കിയില്ലോ. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ടയേർഡുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞങ്ങളത് കണ്ടിട്ട് അതിനുള്ള റീപ്ലൈ തരാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കരുത് എന്താണ് പെട്ടെന്ന് കുട്ടിയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടില്ലോ. ഈ ഒരാഴ്ച അല്ല അത് നമുക്ക് ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് വരണം എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച ചെയ്തിട്ട് അവിടെ പോണത് വരെ നമുക്കൊരു ടെൻഷനാണ് എന്താണെന്നുള്ളത്. കാരണം ലാസ്റ്റ് ടൈം എന്നുകൊണ്ട് നമുക്ക് തിരിഞ്ഞ് വന്നേ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പോണ സമയത്ത് തിരിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഡെലിവറി ടൈമിൽ തിരിഞ്ഞാലോ. അത് കമന്റ് ചെയ്ത് കണ്ടല്ലോ ആരോ. അതായത് ഡെലിവറി ആ ഒരു ടൈമിൽ പെട്ടെന്ന് റൊട്ടേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അങ്ങനെയുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അതൊക്കെ ഭാഗ്യം പോലെ വരുള്ളൂ അല്ലോ. അപ്പം എന്തായാലും ഗൈസ് എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം എന്തായാലും ബൈ. ചിങ്ങടോ ബൈ പറ. ബൈ ചേച്ചിമാരേ പറ, ഏട്ടന്മാരേ പറ.